ഈ കഥ നടക്കുന്നത് 1983-ൽ അമേരിക്കയിലെ ഇന്ത്യാനയിലുള്ള ഹോക്കിൻസ് എന്ന സാങ്കൽപ്പികമായ ഒരു ചെറിയ ടൗണിലാണ്. ശാന്തവും സാധാരണവുമായ ഈ ടൗണിൽ ഒരു രാത്രി ചില അസാധാരണ സംഭവങ്ങൾ അരങ്ങേറുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. ഒരു കൂട്ടം കൂട്ടുകാരുണ്ട്. മൈക്ക് വീലർ, ഡസ്റ്റിൻ ഹെൻഡേഴ്സൺ, ലൂക്ക സിൻക്ലെയർ, കാണാതാകുന്ന വിൽ ബയേഴ്സ് എന്നിവരാണവർ. അവർ ഡഞ്ചിയൻസ് ആൻഡ് ഡ്രാഗൺസ് എന്ന ബോർഡ് ഗെയിം കളിക്കുന്നതിൽ ഭയങ്കര തൽപരരാണ്. ഒരു ദിവസം വൈകുന്നേരം ഗെയിം കഴിഞ്ഞ് വീട്ടിലേക്ക് സൈക്കിളിൽ പോകുമ്പോൾ വിൽ ബയേഴ്സിനെ ഒരു അജ്ഞാതരൂപം തട്ടിക്കൊണ്ടുപോകുന്നു. വിൽ കാണാതായതോടെ ഹോക്കിൻസ് ടൗൺ വലിയ ആശങ്കയിലാകുന്നു. പ്രധാനമായും 3 കൂട്ടർ വിൽ ബയേഴ്സിനായുള്ള അന്വേഷണത്തിലാണ്. 1. വിൽ ബയേഴ്സിന്റെ അമ്മ ജോയ്സ്, പോലീസ് മേധാവി ഹോപ്പർ. ജോയ്സ് ബയേഴ്സ് തന്റെ മകനെ കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുന്ന ഒരമ്മയാണ്. വിൽ എവിടെയോ ഉണ്ടെന്നും ലൈറ്റുകൾ മിന്നുന്നതിലൂടെയും വീട്ടിലെ ഉപകരണങ്ങളിലൂടെയും അവൻ തന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജോയ്സ് വിശ്വസിക്കുന്നു. നാട്ടുകാർ ഇത് ജോയ്സിന്റെ മാനസിക പ്രശ്നമായി കാണുമ്പോൾ അവൾ ഉറച്ചു നിൽക്കുന്നു. നാട്ടിലെ പോലീസ് മേധാവിയായ ജിം ഹോപ്പർ തുടക്കത്തിൽ ഇതൊരു സാധാരണ കേസായി തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് ഹോക്കിൻസിലെ സർക്കാർ ദേശീയ ലബോറട്ടറിയുമായി ഇതിന് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുകയും ജോയ്സിനൊപ്പം അന്വേഷണത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. 2. കൂട്ടുകാർ മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കാസ്. വിൽ കാണാതായതറിഞ്ഞ് അവന്റെ കൂട്ടുകാർ അവനെ തിരയാൻ തുടങ്ങുന്നു. കാടിനുള്ളിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ അവർക്ക് അവിചാരിതമായി തല മൊട്ടയടിച്ച ആശുപത്രി വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു. സംസാരിക്കാൻ കഴിയാത്ത അവൾക്ക് കയ്യിൽ 011 എന്ന് പച്ചകുത്തിയിട്ടുണ്ട്. കുട്ടികൾ അവളെ 11 എന്ന് വിളിക്കുന്നു. 3. കൗമാരക്കാർ നാൻസി വീലർ, ജൊനാഥൻ ബയേഴ്സ്. മൈക്കിന്റെ മൂത്ത സഹോദരിയായ നാൻസി വീലർ, വിൽ ബയേഴ്സിന്റെ ചേട്ടനായ ജൊനാഥൻ ബയേഴ്സ് എന്നിവരും കഥയിലെ പ്രധാനികളാണ്. നാൻസിയുടെ കൂട്ടുകാരി ബാർബ് കാണാതാകുന്നതോടെ നാൻസിയും ജൊനാഥനും ചേർന്ന് സ്വന്തമായി അന്വേഷണം തുടങ്ങുന്നു. ഈ അന്വേഷണമാണ് അവരെ ഡെമോർഗോർഗൺ എന്ന ഭീകരജീവിയുടെയും മറ്റൊരു മാനമായ അപ്സൈഡ് ഡൗണിന്റെയും അടുത്തേക്കെത്തിക്കുന്നത്. 11 ഈ കഥയിലെ താക്കോൽ. അവൾക്ക് ടെലികൈനസിസ് ഉൾപ്പെടെയുള്ള അമാനുഷിക ശക്തികളുണ്ട്. ഹോക്കിൻസ് ലാബിൽ ഡോക്ടർ ബ്രെൻഡർ അവൾ പാപ്പ എന്ന് വിളിച്ചിരുന്നത് എന്ന ക്രൂരനായ ശാസ്ത്രജ്ഞന്റെ നിയന്ത്രണത്തിൽ 11 പരീക്ഷണങ്ങൾക്ക് വിധേയയായിരുന്നു. ലാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിലാണ് അവൾ അറിയാതെ നമ്മുടെ ലോകത്തിനും സമാന്തരമായി നിലനിൽക്കുന്ന ഇരുണ്ടതും അപകടകരവുമായ അപ്സൈഡ് ഡൗൺ എന്ന ലോകത്തിലേക്കുള്ള ഗേറ്റ് തുറന്നത്. ഈ ഗേറ്റിലൂടെയാണ് വിൽ ബയേഴ്സിനെ തട്ടിക്കൊണ്ടുപോയ ഡെമോഗോർഗോൺ എന്ന ഭീകരജീവി നമ്മുടെ ലോകത്തേക്ക് കടന്നുവരുന്നത്. നമ്മുടെ ലോകത്തിന്റെ തന്നെ ഒരു ഇരുണ്ട പ്രതിബിംബമാണ് അപ്സൈഡ് ഡൗൺ. അത് തണുപ്പുള്ളതും ജീർണിച്ചതും ഭീകരമായ ചെടികൾ നിറഞ്ഞതുമാണ്. വിൽ ബയേഴ്സിനെ തട്ടിക്കൊണ്ടുപോയത് ഈ ലോകത്തേക്കാണ്. അന്വേഷണം ഒന്നുചേരുന്നു. മൈക്കും കൂട്ടുകാരും 11ന്റെ ശക്തി ഉപയോഗിച്ച് വിൽ എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഡഞ്ചിയൻസ് ആൻഡ് ഡ്രാഗൺസ് ഗെയിമിന്റെ ബോർഡ് ഉപയോഗിച്ച് 11 വിൽ അപ്സൈഡ് ഡൗൺ ലോകത്താണെന്ന് സൂചിപ്പിക്കുന്നു. ഹോപ്പർ, ജോയ്സ് എന്നിവർ ഹോക്കിൻസ് ലാബിൽ അതിക്രമിച്ചു കയറി അവിടുത്തെ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും 11 പരീക്ഷണങ്ങൾക്ക് വിധേയയായിരുന്ന ഒരു കുട്ടിയാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. വിൽ ബയേഴ്സിന്റെ മൃതദേഹമെന്ന് പറഞ്ഞ് ലാബുകാർ നൽകിയത് വ്യാജമാണെന്നും അവർ തിരിച്ചറിയുന്നു. നാൻസിയും ജൊനാഥനും ഡെമോഗോർഗോണിന്റെ ചിത്രം വരച്ച് വിൽ കാണാതായതിനു പിന്നിൽ ഈ ജീവിയാണെന്ന് മനസ്സിലാക്കുന്നു. അവസാനം ഈ 3 കൂട്ടരും, കുട്ടികൾ, അമ്മയും പോലീസുകാരനും കൗമാരക്കാർ, ഒരുമിച്ചു ചേർന്ന് ഡെമോഗോർഗോണിനെ നേരിടാൻ തീരുമാനിക്കുന്നു. 11നെ ലാബുകാർ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ കൂട്ടുകാരുമായി ചേർന്ന് ഒളിച്ചു താമസിക്കുന്നു. ജോയിസും ഹോപ്പറും ധൈര്യപൂർവ്വം ലാബിന്റെ ഗേറ്റിലൂടെ അപ്സൈഡ് ഡൗണിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ അവർ മരവിച്ച നിലയിൽ വായിലൊരു വലിയ വള്ളിയുമായി ബന്ധിപ്പിക്കപ്പെട്ട വിൽ ബയേഴ്സിനെ കണ്ടെത്തുന്നു. അവരവനെ രക്ഷപ്പെടുത്തി നമ്മുടെ ലോകത്തേക്ക് തിരികെ കൊണ്ടുവരുന്നു. അതേസമയം സ്കൂളിലെ ഹാളിൽ വെച്ച് മൈക്കും കൂട്ടുകാരും ഡെമോഗോർഗോണിനെ നേരിടുന്നു. 11 തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഡെമോഗോർഗോണിനെ തടയുകയും അതിനെ അപ്സൈഡ് ഡൗണിലേക്ക് തിരികെ അയക്കുകയും ചെയ്യുന്നു. ഈ പോരാട്ടത്തിൽ 11 സ്വയം അപ്രത്യക്ഷയാകുന്നു. വിൽ രക്ഷപ്പെട്ടു. ഹോക്കിൻസ് ടൗണിൽ വീണ്ടും ശാന്തത തിരിച്ചെത്തി.
എന്നാൽ ചില കാര്യങ്ങൾ പഴയപടിയായിരുന്നില്ല. വിൽ ബയസ് പുറമേ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ക്രിസ്മസ് രാവിൽ അവൻ ടോയ്ലറ്റിൽ വെച്ച് ഒരു ചെറിയ ഒച്ചുപോലുള്ള ജീവിയെ ചുമച്ചു പുറത്തേക്ക് കളയുന്നു. കൂടാതെ അവന് അപ്സൈഡ് ഡൗണിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് വിൽ പൂർണ്ണമായും സുഖപ്പെട്ടിട്ടില്ല എന്നും അപകടം പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല എന്നും സൂചന നൽകുന്നു. ജിം ഹോപ്പർ ഒരു കെട്ടിനുള്ളിൽ വെച്ച് തന്റെ കാറിൽ നിന്ന് വാഫിൽസ് അഥവാ എഗ്ഗോസ് എടുത്ത് കാടിനുള്ളിൽ കൊണ്ടുപോയി വയ്ക്കുന്നു. 11 ജീവനോടെയുണ്ടെന്നും അവൾക്ക് വേണ്ടിയാണ് ഇതെന്നും ഇത് സൂചിപ്പിക്കുന്നു.